അപ്പോൾ വീണ്ടും വീണ്ടും പറയുന്നതാണ്, നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും ആണ് ഒബ്സർവർ എഫക്റ്റ് എന്ന് പറയും. ഒബ്സർവർ എഫക്റ്റ് എന്താണെന്നും ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്താണെന്നുള്ളതിനെ പറ്റിയുള്ള യൂട്യൂബ് വീഡിയോസ് കണ്ടു നോക്കി കുറേ വീഡിയോസ് കണ്ടു നോക്കുക. അത് നിങ്ങൾക്ക് അറ്റൻഡൻസ് സ്പാൻ പോലും ഉണ്ടാവത്തില്ല. എനിക്ക് ഉറപ്പിച്ച് പറയാം, ഞാൻ ഈ പറയുന്ന വീഡിയോ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു 10-15% ആൾക്കാർക്ക് മാത്രമേ അറ്റൻഷൻ സ്പാനോട് കൂടി, ഈ വീഡിയോ അറ്റൻഷൻ സ്പാനോട് കൂടി ഇവിടെ എത്തുന്നില്ല, അറ്റൻഷൻ സ്പാനോട് കൂടി അതെന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ പാരഡോക്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് കയറിയിരുന്ന് ആ പാരഡോക്സിനെ പറ്റി ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഇതൊന്നും ചിന്തിക്കാണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ഒരു ക്വാണ്ടം സ്റ്റേറ്റിൽ നമ്മൾ തന്നെ ഒരു വൈബ്രേഷൻ പാറ്റേൺ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ഈ റിസർച്ച് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന PhD എടുത്തിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെ ക്വാണ്ടം സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ, അവർ ഏത് മാത്തമാറ്റിക്കൽ ലെവലിലാണ് അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അവർ നാളെ ഓരോ പാരഡോക്സ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയായിട്ട് ഈ മെഷീൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുകയും ആ സെൻസിറ്റിവിറ്റി കൂട്ടുന്നത് എന്തിനു വേണ്ടിയാണ്? ഏത്തിയസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഇല്ല എന്ന് പറയുന്ന കാര്യം ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ ബ്രെയിൻ എനർജി യൂസ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്താണെന്നുള്ളത്? നിങ്ങൾക്ക് പറയുമ്പോഴത്തേക്ക് ഒന്നും മനസ്സിലാവത്തില്ല. നമ്മൾ യൂണിവേഴ്സ് നോൺ ലോക്കൽ, ദിസ് വൺ ഡീപ്പസ്റ്റ് ക്വസ്റ്റൻ ആണ്. എന്താണ് ഈ യൂണിവേഴ്സ് നോൺ ലോക്കൽ എന്നുള്ളത്? നമ്മൾ ലോക്കലായിട്ടാണ് എടുക്കുന്നത്, നോൺ ലോക്കലാണ്. നമ്മൾ ഇൻഫർമേഷൻ കനോട്ട് ട്രാവൽ ഫാസ്റ്റ് ദാൻ ലൈറ്റ് എന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ അത് നമ്മളെപ്പോഴും ആ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും എന്തോന്നോ അവിടുന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് കൊണ്ടാണ് ആ സൂപ്പർ പൊസിഷൻസ് അങ്ങനെ ആയത് എന്ന് ബിലീവ് ചെയ്യുന്നത് കൊണ്ടാണ്. അങ്ങനെ അല്ല മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഭയങ്കര തെറ്റായിട്ടാണ് പല ആൾക്കാരും, ഞാൻ ഇപ്പം ആണോ എന്ന് ചോദിക്കുന്നതിന് പകരം ആണ് എന്ന് തന്നെ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിനെയും സൂപ്പർ പൊസിഷനെയും വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഈ ആണോ എന്ന് ചോദിക്കുന്നതിന് പകരം ഈ ആണോ എന്നേ ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ, അൺലെസ് 2030 CERN വീണ്ടും ഈ 10 മടങ്ങ് ഇതിൽ പൊട്ടിച്ച് അത് എന്തെങ്കിലും കണ്ടുപിടിക്കുമെന്ന് വരുത്തുമ്പോഴത്തേക്ക് മാത്രം. അതുവരെയും അല്ലെങ്കിൽ അതിന് മേലോട്ടും ഇത്രയും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ മെഷീൻ, ഏറ്റവും കാശ് മുടക്കിയ മെഷീൻ, ഏറ്റവും വലിയ സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാക്കുന്ന മെഷീൻ നിങ്ങൾ ആരും അറിഞ്ഞില്ല എന്ന് പറയരുത്. അപ്പം എനിക്ക് പല സംശയങ്ങൾ അങ്ങനെ തോന്നാറുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ അമ്പലത്തിൽ പോയിട്ട് ഇപ്പം ഇന്നൊരു അമ്പലത്തിൽ പോയി, നാളെ വേറൊരു അമ്പലത്തിൽ പോയി, അടുത്ത ദിവസം വേറൊരു അമ്പലത്തിൽ പോയി, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നവർ പള്ളിയിൽ പോയി. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സിസ്റ്റത്തിൽ നിൽക്കുന്നില്ല. നമുക്ക് എപ്പോഴും സംശയത്തിലാണ്. നമ്മൾ അത്രയും മാത്രം ബിലീവ് ചെയ്യുമ്പോഴത്തേക്ക് മാത്രമേ ബിലീവറിന് കിട്ടുന്ന സംഭവം വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പം ഏത്തിയസ്റ്റ് ആയിട്ട് ബിലീവർ അല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ സംഭവിക്കുന്നു? അവരുടെ തന്നെ അവർ സ്വന്തമായിട്ട് ബിലീവ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് കാരണമായിട്ട് അവരെ ഓറ തന്നെ വർദ്ധിച്ചിട്ട് അവർക്ക് കോൺഫിഡൻസ് ബിൽഡിങ്ങും ആ ഓറ, ആ പറയുന്ന സംഭവം, ആ തേജസ്, ആ നോളേജിൻ്റെ സംഭവം, അവരുടെ പ്രവൃത്തി കാരണം ഉണ്ടാകുന്ന സംഭവം, അത് തന്നെയാണ് ഗോഡ്ലി സംഭവം. അത് അവർ പോലും അറിയുന്നില്ല അതെന്താണെന്ന്, ആ എൻറ്റാങ്കിൾമെൻറ്റ് എന്താണെന്ന്, അവർക്കുണ്ടാകുന്ന വൈബ്രേഷണൽ പാറ്റേൺ എന്താണെന്ന് അവർ തന്നെ മനസ്സിലാക്കുന്നില്ല. ഇതെല്ലാം സെയിമാണ്. ഏത്തിയസ്റ്റ് ആയിരുന്നാലും ബിലീവർ ആയിരുന്നു കഴിഞ്ഞാലും ഇതെല്ലാം സെയിമാണ്. ആ എനർജി സംഭവം അവിടെ സംഭവിക്കുന്നുണ്ട്. കാരണം അയാളും കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ ഏത്തിയസ്റ്റ് ആയിട്ടുള്ള ഒരാളും, ആ പാരഡോക്സിലൊക്കെയാണ് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഏത്തിയസ്റ്റ് ആയിട്ടുള്ള ഒരാൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് വലിയ രീതി ആയിക്കൊണ്ടിരിക്കുന്നു, അയാളുടെ കർമ്മബലത്തിൽ ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എത്രയോ ലക്ഷം കോടാനുകോടി ആളുകളുടെ ഇടയിലുള്ള ഒരാൾ മാത്രമാണ്. ആ ആൾ ഇപ്പോൾ ക്വാണ്ടം സ്റ്റേറ്റിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടികൾ മാത്രമാണ്. നമ്മൾ പേഴ്സണലി അയാൾ അറിയുമ്പോഴോ നമ്മൾ കാണുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ വരുമ്പോഴത്തേക്ക് മാത്രമേ അയാൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ ഇത്രയോ ആൾക്കാരല്ലേ ഉണ്ട്, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. 150 കിലോമീറ്റർ അപ്പുറത്തുള്ള നിങ്ങളെ ഒരു ബന്ധു ഓഫീസിൽ പോകുന്നു, ഇപ്പം അവിടെ ഇരിക്കുന്നു, ചായ എടുത്ത് കുടിക്കുന്നു, ഇത് ചെയ്ത് അവിടെ ഇരിക്കുന്നു. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാത്ത സ്ഥിതിക്ക് നിങ്ങൾ എന്താണ് അവിടെ? നിങ്ങളെ എക്സിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? കോൺഷ്യസ്നെസ് അങ്ങനെ കാണുന്നുള്ളൂ. അതാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും മാത്രമേ. എനിക്കിത് പറയാനായിട്ട് ഇനിയും കുറേ എക്സാമ്പിൾസ് ഉണ്ട്, ഇതൊന്നും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തീരത്തില്ല. അപ്പം പറഞ്ഞു വന്ന ഇതാണ്. അപ്പോൾ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ പ്ലേസസ് അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ എനർജി പോയിന്റുകൾ ആവാമെന്നും അവിടെ നിന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്കും
ഇതൊക്കെ ഏത്തിയസ്റ്റ് ആയിട്ട് നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവ എന്ത് പൊട്ടത്തനം പറയുന്നത് എന്ന് ചിന്തിക്കാം. പക്ഷേ ബിലീവറായിട്ടുള്ള ആൾക്കാർ എത്രയോ പേരുണ്ട്. അതുകൊണ്ടല്ലേ ഇത്രയും പേര് ആൾക്കാർ കുത്തിന്നല്ലേ അമ്പലത്തിൽ പോകുന്നത്. ഇവരെല്ലാം ചീത്ത ആൾക്കാരാണോ? അല്ല, ഇവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്, നല്ല കാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ടെററിസമായിട്ട് പോകുന്നത് എത്ര പേരുണ്ട്? വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ടെററിസമായിട്ട് പോകാനുള്ള കാരണങ്ങൾ എന്ത്? അത് പൊളിറ്റിക്കലി കാരണങ്ങളാണ്. അതല്ലാണ്ട് ഈ സ്പിരിച്വൽ ലെവലിൽ ഇതിനെ കാണാനായിട്ടോ ശ്രമിക്കുമ്പോഴത്തേക്കും, മെഡിറ്റേഷൻ രീതിയിൽ ചിന്തിക്കുമ്പോഴത്തേക്കും, മെഡിറ്റേഷൻ കൊണ്ടൊരു ഗുണവും ഇല്ല, അത് ചെയ്യില്ല, സമയം കളയുന്നു, വെറുതെ അവിടെ ഇരിക്കാം എന്ന് പറയുന്നുള്ളൂ. ആയാലും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് അയാളുടെ ലൈഫിൻ്റെ പർപ്പസ് എന്നാണെങ്കിൽ അയാൾ അങ്ങനെ ഇരുന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും അയാൾക്ക് കിട്ടുന്നത് എന്ത്? അയാൾക്ക് കിട്ടുന്ന സംഭവം ഉണ്ടല്ലോ, അത് അയാളുടെ ലൈഫാണല്ലോ. അപ്പം അത് വേറൊരാൾക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുമില്ല. അപ്പം ഇതേപോലത്തെ സൂപ്പർ നാച്ചുറൽ സംഭവങ്ങളിനെ സയൻറ്റിഫിക് ആയിട്ട് തന്നെ ഡീകോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നും, ചുമ്മാ പോയി അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കുന്നതും ഇതും അല്ല എല്ലാം എന്നും, പക്ഷെ വഴിപാട് കഴിപ്പിക്കുന്നതും ഒരു രീതിയിൽ അവിടെയൊക്കെയാണ് നമ്മൾ ആഗ്നോസ്റ്റിക് ആയിട്ട് പോകുന്നതും തിരിച്ച് വീണ്ടും ബിലീവറിലോട്ട് വരാനുള്ള കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏലിയൻ ആണെന്ന് വിചാരിച്ചോ, ഫോർത്ത് ഡയമെൻഷൻ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചോ. ആ ഫോർത്ത് ഡയമെൻഷനിൽ 500 കൊല്ലം മുമ്പ് ആ ഏലിയൻ ഫോർത്ത് ഡയമെൻഷൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇത്രയും ടൈം സ്പാനിൻ്റെ ഇടയിൽ ഇന്ന ഫ്രീക്വൻസിയിലുള്ള ഒരു സംഭവം, ഒരു കോഡ്, ഒരു കോഡിങ്, നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെ ഒരു സിമുലേഷൻ മാത്രമാണ് ഈ എൻട്രോപ്പി എൻതാൽപ്പി സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു ക്വാണ്ടം ഫിസിക്സിൽ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് വരുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും ഒരു ഏലിയൻ ആ ടെക്നോളജി മനസ്സിലാക്കിയ വേറൊരു ഡയമെൻഷനിൽ നിന്ന് വന്ന ഒരു ഏലിയൻ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന ഒരാൾക്ക് ഒരു അന്നത്തെ കാലത്ത് ബ്രാഹ്മണിക്കൽ നോളേജ് എന്ന് തന്നെ പറയാം, ബ്രാഹ്മണിക്കൽ നോളേജ് അല്ലെങ്കിൽ വേണ്ട ട്രൈബൽ നോളേജ്, ട്രൈബലായിട്ടുള്ള ആൾക്കാർ ഇപ്പം ചുരുളി സിനിമയ്ക്കകത്ത് ഏലിയനെയാണ് ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ നാട്ടിലുള്ള ആർക്കെങ്കിലും ആ ഏലിയൻ വേറെ ഒരു അയാൾ ഏലിയൻ അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഏലിയൻ വന്നപ്പോഴത്തേക്കുമാണ് ആര് സൗബിന് ആ ഒരു മന്ത്രം അല്ലെങ്കിൽ ആ ഒരു നോളേജ് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമായിട്ട് അവിടുത്തെ എന്താണ്, അവിടുത്തെ ക്വാണ്ടം ഫിസിക്സ് ആണ് അവിടെ അങ്ങനെ കറങ്ങുന്നത്, അവിടുത്തെ സൂപ്പർ പൊസിഷനാണ് ആ രീതി നിൽക്കുന്നത്, അവിടുത്തെ എൻഡാൽമെൻ്റ് ആണ് ആ രീതി നിൽക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് എക്സാക്റ്റ് ആവാൻ പോവാണ്ട് അവിടെ തന്നെ കറങ്ങുന്നു. അതേപോലെ ഓരോ അമ്പലത്തിലും അല്ലെങ്കിൽ ഒരു പള്ളിയിലോ ആ ഒരു ഏലിയൻ ടെക്നോളജിയിലോ ഒരു പിരമിഡിലോ അങ്ങനത്തെ എന്താണെന്നുണ്ടെങ്കിലും ആ രീതിയിൽ കോഡ് ചെയ്തിട്ട് വെച്ചേക്കുന്ന ഇന്ന കാര്യസാധ്യത്തിന് ശേഷം അത് വർക്കാവല് എൽസ് ക്ലോസ് ഇതാവുകയാണെങ്കിൽ പിന്നെ അത് വർക്കാവല്. മനസ്സിലാകുന്നല്ലോ? അതാണ് ചില ആൾക്കാർ ചില രീതിയിൽ ആയതിനു ശേഷം പിന്നെ ആ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കായില്ല എന്ന് വരികയും, ചില സ്ഥലം എത്ര വേഴ്സ്റ്റായിട്ട് കിടക്കുന്ന എല്ലാം കള്ളത്തനം അഴിമതിയായിട്ട് നിൽക്കുക, മോഷണം നടന്നുകൊണ്ടിരിക്കുക ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും അത് ഗുണമായി വരുന്നതിനും കാരണം ഇതേപോലത്തെ രീതിയിൽ ഹൈ ടോളറൻസ് ഇട്ടിട്ട് ഉള്ള കോഡിങ് ഫോർത്ത് ഡയമെൻഷനിൽ ചെയ്ത് കൊടുത്തിട്ട് അതിനുള്ള മന്ത്ര അല്ലെങ്കിൽ അതിനുള്ള കോഡ്, അതിൻ്റെ എൻക്രിപ്ഷൻ പാറ്റേൺ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ട് അത് വെച്ചിട്ടാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ പറ്റാം, അതിനുള്ള ടെക്നോളജിയിൽ ആവാം. അങ്ങനെ ആകുമ്പോഴത്തേക്കുമാണ് ബിലീവറായിട്ട് നിൽക്കുന്നതും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തോറയിലാണെന്നുണ്ടെങ്കിലോ ഖുറാനിലാണെന്നുണ്ടെങ്കിലോ കൽഗി പുരാണത്തിലാണെന്നുണ്ടെങ്കിലോ ബൈബിളിലാണെങ്കിലോ പറയുന്ന കാര്യം നടക്കുന്ന രീതിയിൽ നടക്കുകയും അവർ ബിലീവറായിട്ട് തന്നെ നിൽക്കുകയും അവരെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും എല്ലാ പ്രോഫസീസ് അതുപോലെ സംഭവിക്കുകയും ചെയ്യുന്നതായിട്ട് അവർക്ക് തോന്നുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നിങ്ങൾക്ക് ഏത്തിയസ്റ്റ് ആണ് എന്ന് ഉള്ള ഒരു രീതിയിൽ ചിന്തിക്കുമ്പോഴും നിങ്ങൾ ക്വാണ്ടം ഫിസിക്സ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ട് പല പാരഡോക്സുകൾക്കകത്ത് നിങ്ങൾ കയറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏത്തിയസ്റ്റ് ആയിട്ടിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ്റുമായിരിക്കും, അത് മറ്റേ എളുപ്പത്തിന് വേണ്ടി ഇതൊന്നുമില്ല പുല്ല്, ഇതൊക്കെ വെറുതെയാണ് അവിടെ ഇത്രയും കോടി രൂപ മുടക്കിയിട്ട് ആ സേവനം പ്രവർത്തിക്കുന്നത് വെറുതെയാണ്, അത് നാളെയും ഒന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. ഓരോ ദിവസവും അത് ഓരോ സംഭവിക്കുമ്പോഴത്തേക്കും ഹിഗ്സ് ബോസോൺ ആണെന്നുണ്ടെങ്കിലും ഇതേപോലത്തെ ന്യൂട്രിയോൺസ് കോർക്സ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ആ ബൈൻഡിങ് ഫോഴ്സ് ആയിട്ടുള്ള ഗ്ലൂഓണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയതും ഇതൊക്കെ എങ്ങനെയാണ്? അതാണ് കാര്യം. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് പല പാരമ്പര്യമായിട്ടുള്ള ചില ആരാധനാമൂർത്തികൾ, കാവുകൾ,
ഇതിലൊക്കെ ഉള്ള ബിലീഫ് കാര്യങ്ങളൊക്കെ നിലനിൽക്കാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോവർ കോൺഷ്യസ് ആയിട്ടുള്ള ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യങ്ങൾ അത്രയും മാത്രം വലുതല്ലാത്തത് കൊണ്ട് അത് നേടാൻ പറ്റുന്നതായിട്ട് ഉള്ള കോഡിങ്ങിലുള്ള പല സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അവർക്ക് അത് വർക്കാവുന്നുണ്ട്. ഹയർ കോൺഷ്യസ്നെസ്സിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് അതിലും കൂടുതൽ എനർജി, അതിലും കൂടുതൽ കാര്യം പകരം വെക്കേണ്ടി വരുന്നതുമായിട്ട് അത് കിട്ടുന്ന ആൾക്കാർ ആ നോളേജ് താഴോട്ട് പറഞ്ഞു കൊടുക്കാണ്ട് വെച്ചിട്ടുണ്ടാകാം. കാരണം അല്ലേ, ഇപ്പം തന്നെ ഏലിയൻസിൻ്റെ ഇത്രയും മാത്രം ഇപ്പോൾ അടുത്ത ഫയൽ ഇപ്പം വിട്ടായിരുന്നു. ഇങ്ങനെ ഫയൽസുകൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ നിന്നും പലതും എഞ്ചിനീയറിങ് ചെയ്തിട്ടും ഇതിൻ്റെ ബാക്ക്വേർഡ് എഞ്ചിനീയറിങ് ചെയ്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഡയറക്റ്റ് പിരമിഡ് എന്തിനു പണിഞ്ഞു. അപ്പം നമുക്ക് ഒരേ സമയത്ത് പിരമിഡ് പണിഞ്ഞത് വെറുതെ ഇത്രയും കല്ല് വെച്ച് ചെയ്തത് എന്തിന് എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ അകത്ത് വെറുതെ സയൻറ്റിഫിക് ആയിട്ടാണെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു ഭംഗിക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാൻ വേണ്ടിയായിട്ട്, അല്ലാണ്ട് അതിനപ്പുറം ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ലയോ, മനസ്സിലാവുന്നുണ്ടോ? അപ്പം ചിന്തകൾ ഒരിക്കലും അവസാനിപ്പിക്കാൻ പാടില്ല. ചിന്തകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആണ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയൊക്കെ തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്ത്, സൂപ്പർ പൊസിഷൻ എന്ത്, അപ്പോൾ എങ്ങനെയാണ് ഒരു ബിലീവറായിട്ട് നിൽക്കുന്നതെന്നും ഏത്തിയസം എത്രത്തോളം ഇപ്പം സയൻറ്റിഫിക് നോളേജ് ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് പക്ഷേ ക്വാണ്ടം ഫിസിക്സ് എന്താണെന്ന് മനസ്സിലാക്കാണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ തന്നെ അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് ബാഡായിട്ടുള്ള ബിലീവർ തന്നെ ആയിരിക്കുന്നു, ആഗ്നോസ്റ്റിക് ആവാണ്ട് ബിലീവർ തന്നെ ആയി പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു സ്പൂക്കി എഫക്റ്റ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ആയിട്ട് നിൽക്കുന്നു. അല്ലെങ്കിൽ ഏത്തിയസം ഒരു സയൻറ്റിഫിക് സംഭവം കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ബിലീവറിൽ നിന്ന് ഏത്തിയസ്റ്റ് ആവുന്നത് പോലെ ഒരു പർട്ടിക്കുലർ വീണ്ടും സയൻറ്റിഫിക് ക്വാണ്ടം ഫിസിക്സിലോട്ട് കയറുമ്പോഴത്തേക്കും, പാരഡോക്സിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്കും നമ്മൾ ഏത്തിയസിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ആഗ്നോസ്റ്റിക് എങ്കിലും ആയിട്ട് നിലനിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ മനുഷ്യന് ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ നിങ്ങൾ റിസർച്ച് ചെയ്യുക. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെടാൻ അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വേറെ വീഡിയോ കാണാം. ടിൽ ദെൻ ശിവ സൈനിങ് ഔട്ട്. പീസ് ഔട്ട്. ലവ് യു. ടേക്ക് കെയർ. അപ്പോൾ പ്ലീസ് റിസർച്ച് അബൌട്ട് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്.